ഭയമില്ല, പക്ഷപാതമില്ല, വിട്ടുവീഴ്ച ഒട്ടും ഉണ്ടാകത്തില്ല. ഇന്ന് ഞാനൊരു വീഡിയോ അവർ ചെയ്തൊരു വീഡിയോ കണ്ടിരുന്നു. വേറെ ആരെക്കുറിച്ചുമല്ല, സീസൺ 6 മത്സരിച്ച ഒരു ടോപ്പ് കണ്ടസ്റ്റന്റിനെ കുറിച്ചാണ് അവരൊരു വീഡിയോ ഇന്ന് ചെയ്തിരിക്കുന്നത്. റിയാലിറ്റി ബൈ ശാരിക, നമ്മുടെ ബിഗ് ബോസ് താരം, നമ്മുടെ ഒരു ചേച്ചി. പക്ഷേ ഓവർ കോൺഫിഡൻസ് ഉണ്ടോ എന്നൊരു സംശയം. എല്ലാ കാര്യങ്ങളും ഇച്ചിരി ഓവറായിട്ട് ഓവർ റിയാക്ഷൻ, ഓവർ കോൺഫിഡൻസ്, അതൊക്കെ ഒരു വിഷയമാകുന്നുണ്ടോ എന്നൊരു ചെറിയ ഡൗട്ട് ഇല്ലാതില്ല. കാരണം ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഇല്ലേ, അതിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. ഇന്ന് ഞാനൊരു വീഡിയോ അവർ ചെയ്തൊരു വീഡിയോ കണ്ടിരുന്നു. വേറെ ആരെക്കുറിച്ചുമല്ല, സീസൺ 6 മത്സരിച്ച ഒരു ടോപ്പ് കണ്ടസ്റ്റന്റിനെ കുറിച്ചാണ് അവരൊരു വീഡിയോ ഇന്ന് ചെയ്തിരിക്കുന്നത്. ആ പെൺകുട്ടി ഒരു പെൺകുട്ടിയാണ്, തീർച്ചയായിട്ടും ആയിരിക്കുമല്ലോ. അവരൊരു വ്ളോഗറായിരുന്നു, ലൈഫ് സ്റ്റൈൽ വ്ളോഗറായിരുന്നു. അവർ ഒരുപാട് മില്യൺ വ്യൂസ്, ഫോളോവേഴ്സൊക്കെ ആയിട്ട് അവർ വളരെ ആഘോഷത്തോടെ ബിഗ് ബോസിലേക്ക് കയറിപ്പോയ ഒരു വ്യക്തിയാണ്. അതിനുശേഷം അവിടെ ഒരു ലവ് കോംബോയുടെ പേരിൽ, ഒരു ലവ് കോംബോ എന്ന ഒരു ആക്ട്, അതിൻ്റെ പേരിൽ അവർ കുറേ പടികൾ കേൾക്കുകയും അവരുടെ ലൈഫും അവരുടെ ജീവിതമൊക്കെ കുറേ പ്രശ്നങ്ങൾ അതിലേക്ക് വരികയും, കാരണം അവരെ വിറ്റ് ഓൺലൈൻ മാധ്യമങ്ങൾ ഒരുപാട് കാശുണ്ടാക്കുകയും ചെയ്തു. എന്തായാലും അപ്പോൾ ആ കണ്ടസ്റ്റൻസിനെ കുറിച്ചാണ് ഷഫീന ബീവി എന്ന മൃഗം, സൈബർ മൃഗം ഇന്ന് കുരച്ചുകൊണ്ടിരിക്കുന്നത്. അവരും അതിനകത്തുണ്ടായിരുന്ന വേറൊരു കണ്ടസ്റ്റന്റ് തമ്മിൽ അവഫെയർ ആയിരുന്നെന്നും, അവർ ലിവിങ് റിലേഷൻഷിപ്പാണ്, അവരൊരുമിച്ച് ട്രാവൽ ചെയ്യുന്നു, അവരൊരുമിച്ച് വ്ളോഗുകൾ ചെയ്യുന്നു, ഇപ്പോൾ അവർ തമ്മിൽ തെറ്റിയത്ര, അതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ കണ്ടസ്റ്റന്റ് എന്ത് മനസ്സിലാക്കണം? ലേഡി കണ്ടസ്റ്റന്റ് സൂക്ഷിച്ചും കണ്ടും ഒരാളെ സ്നേഹിക്കുക, ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ആകുമെന്നൊക്കെ ഒരു ഉപദേശത്തിലാണ് അമ്മച്ചി പറയുന്നത്. അതായത് പിന്നെയും ആ പെൺകുട്ടിയെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുവാണ് അമ്മച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ, ഷഫീന ബീവി മാത്രമാണോ ആ ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് കുരച്ചോണ്ടിരിക്കുന്നത്? അല്ലല്ലോ. ഇപ്പൊ നിങ്ങളും അവരെ പറ്റി തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്? എല്ലാവരും അവരെ പറ്റി പറയുന്നുണ്ട്. ഈ പറഞ്ഞ വ്യക്തി ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറായിട്ട്, ബ്യൂട്ടി വ്ളോഗറായിട്ട് കയറിപ്പോയിട്ട് അവിടെ പോയി ലവ് കോംബോ കളിച്ചിട്ടാണല്ലോ അവരെ വിറ്റ് പുറത്തുള്ളവർ തിന്നത്. അല്ലാതെ ചുമ്മാതെ അവിടെ ഇരുന്ന് നേരെ ചൊവ്വയെ പോയിട്ട് ഗെയിം കളിച്ചിട്ട് ഇറങ്ങിയിട്ടല്ലല്ലോ തിന്നത്. ലവ് കോംബോ അകത്തും പുറത്തും ഒക്കെ കളിച്ചത് കൊണ്ടല്ലേ അന്നും ഇന്നും വിറ്റ് തിന്നുന്നത്, അല്ലാതെ ചുമ്മാ ഇരുന്നിട്ടൊന്നും അല്ലല്ലോ. എൻ്റെ പൊന്നു ശാരിക അമ്മേ, നിങ്ങൾക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം, അങ്ങനെ വിചാരിക്കുകയാണ് ഞാനിപ്പം. കാരണം നിങ്ങൾക്ക് അറിയില്ലെന്ന് തോന്നുന്നു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്. നിങ്ങൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നു. ഒരു വ്യക്തിയോടുള്ള വൈരാഗ്യത്തിൻ്റെ പേരിൽ ബാക്കിയുള്ള എല്ലാവരെയും വെള്ള പൂശാൻ നോക്കരുത്. ഓക്കെ, ാണ് അമ്മച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആ പെൺകുച്ചിനെ വെച്ച് ഏറ്റവും കൂടുതൽ, ഞാൻ പേര് പോലും ഞാൻ അവളെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ സീസൺ 6 കണ്ടസ്റ്റന്റിനെ എല്ലാവരും മറക്കാൻ സാധ്യതയില്ല. സോ അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെയും അവരുടെ ആ ലവ് കോംബോ അഭിനയിച്ച ആ ചെക്കനെയും വെച്ച് ഇഷ്ടം പോലെ അലിഗേഷൻസ് ഉണ്ടാക്കി ഒരുപാട് കാശ് തിന്ന ഒരു സീസണാണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, സോഷ്യൽ മീഡിയ ടാബ്ലോയിഡ്സുകൾക്ക് ഇഷ്ടം പോലെ കാശ് വാരിയ ഒരു സീസണായിരുന്നു സീസൺ 6. ഇവരെ വെച്ച് മാത്രം അവരിറങ്ങിക്കഴിഞ്ഞിട്ടോ ആ പെൺകുച്ചിന്റെ ജീവിതം വെച്ച്, അവരെ വെച്ച് പറയാൻ പാടില്ലാത്ത മുഴുവൻ പറഞ്ഞ ആ പെൺകുട്ടി ഏതോ ഒരു സ്റ്റാൻഡേർഡ് ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്തു, ഒരേ ഒരു ഇന്റർവ്യൂ ആ പെൺകുച്ചിയെ കൊടുത്തിട്ടുള്ളൂ. അത് കൃത്യമായിട്ട് ആ പെൺകുച്ചിന് അത് പറയുന്നുണ്ട്. അവൾ ഒറ്റയാൾ പോരാട്ടത്തിന് ഇറങ്ങുകയും ഈ ഷഫീന ബീവിക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും അതിന് അമ്മച്ചിയല്ല സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തത്. സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തത് ആക്ച്വലി ഈ പറഞ്ഞ പെൺകുട്ടി തന്നെയാണ്. സ്വന്തമായിട്ട് എന്നെ പിടിച്ചോ എന്ന് പറഞ്ഞ് എപ്പോഴും ഇട്ട് കൊടുക്കുന്നത്. ഇപ്രാവശ്യം അൺഫോർച്ചുനേറ്റ്ലി ആ പെൺകുട്ടി അല്ല ഇട്ട് കൊടുത്തത്. എന്തൊക്കെയോ കാര്യങ്ങൾ വളഞ്ഞു തിരിഞ്ഞ് ഒരു സിനിമ പ്രൊമോഷന്റെ ഭാഗമായിട്ട്, ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ, സംസാരം ഉണ്ടായപ്പോൾ അതിലേക്ക് വന്നു ചേർന്നതാണ്. ഇത് ഒരുപക്ഷെ മനഃപൂർവ്വം അല്ലാതെയോ ഈ സംഭവത്തിലേക്ക് വന്നു ചേർന്നതാണ്. അല്ലാണ്ട് നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയല്ല ഇതിലേക്ക് ഇട്ടത്. എല്ലാവരും ഇത് എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളും ചെയ്യുന്നുണ്ട്, അവർ ചെയ്തത് തന്നെ നിങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് മുഖത്ത് പുട്ടി വാരി തേക്കുന്ന പോലെ കുറച്ച് വെള്ളം പൂശിയിട്ടൊക്കെയാണ് ചെയ്യുന്നതേ ഉള്ളൂ. എൻ്റെ പൊന്നു ശാരിക, നിങ്ങൾ ഈ കാണിക്കുന്നതും വൃത്തികേടാണ്, നിങ്ങൾ ചെയ്യുന്നതും വൃത്തികേടാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നല്ലവരാണെന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. മറ്റുള്ളവർ അങ്ങനെ പറയണമെന്ന്, അങ്ങനെയല്ല. എല്ലാവർക്കും അവനവൻ്റെതായിട്ടുള്ള സ്റ്റാൻഡ് ഉണ്ട്. നിങ്ങൾ പറയുന്നത് എല്ലാവരും പറയണം എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. ഡിഫമേഷന്റെ എല്ലാ വീഡിയോസും അവൾ റിമൂവ് ചെയ്യുകയും ചെയ്യാൻ മിടുക്കിയാണ് അവൾ. പക്ഷേ ഒരാളുടെ മനസ്സിൽ നൽകുന്ന മുറിവുകളുണ്ടല്ലോ ഈ വാക്കുകൾ കൊണ്ട്, അവരെ അറിയാത്ത, ബിഗ് ബോസിന്റെ മറ്റൊരു കറുത്ത മുഖം അറിയാത്ത കുറെ ഉണ്ണാമന്മാരുന്നുണ്ട് ഇവിടെ നിന്ന് ഉണ്ണുന്നുണ്ട്. സീരിയസ്ലി ഞാൻ പറയാം, ബിഗ് ബോസിനെ കുറിച്ച് പറയാൻ അധികാരമുള്ള ഒരേ ഒരു വർഗ്ഗം അവിടെ പോയി പങ്കെടുത്ത കണ്ടസ്റ്റൻസ് മാത്രമാണ്. നിങ്ങൾ പൊട്ടന്മാരാണ്. നിങ്ങൾ പൊട്ടന്മാരെ പോലെ ആട്ടം കൊണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ടീമുകളാണ് നിങ്ങൾ. സീരിയസ്ലി ഞാൻ പറയുവാണ്, നിങ്ങൾ എന്തെങ്കിലും പറയാൻ, ഒരു റിവ്യൂ ചെയ്യാനോ ഞാൻ പറയുന്നത് റിവ്യൂ ചെയ്യാൻ നിങ്ങൾ മാന്യമായി. അസംഷൻ മാത്രമല്ല, അവിടെ കാണിക്കുന്നത് എന്താണോ അതാണ് വിളിച്ച് പറയുന്നത്. അങ്ങനെയാവാം ഇങ്ങനെയാവാം എന്നുള്ളത് പറയേണ്ടതാണെങ്കിൽ എല്ലാവരും പറയും. അതല്ല, അങ്ങനെ തന്നെയാണെന്ന് സ്ഥാപിച്ച് ഇപ്പൊ ഈ പറഞ്ഞ 2 പേര് ചെയ്തില്ലേ ബിഗ് ബോസിലിരുന്ന്? എത്ര ക്യാമറയുള്ള അത്രയും ക്യാമറയുടെ നടുക്കിരുന്നുകൊണ്ട് ചെയ്തില്ലേ? അതേപോലെ ചെയ്യുമ്പോൾ ചെയ്തത് ആൾക്കാർ വിളിച്ച് പറയും. അതിന് ധൈര്യമുള്ളവരൊന്ന് ബിഗ് ബോസിലോട്ട് കയറി തള്ളി ചെന്നാൽ മതി. അത് മതി.
അല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ കണ്ടിരിക്കുന്ന കാണികൾ പറയുന്നതേ പറയാൻ പാടുള്ളൂ. ഞങ്ങൾക്ക് സൗകര്യമുള്ളത് ഞങ്ങൾ അങ്ങ് ചെയ്തു കളയും. അതൊന്നും നടക്കൂല ശാരിക. ശാരിക അവിടെ ഇരുന്ന് ഇങ്ങനെ മുറിക്കകത്ത് കയറിയിരുന്ന് ചില അത് മാത്രമേ നടക്കത്തുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ 2 കണ്ടസ്റ്റൻസ് കാശ് തിന്നില്ലേ ബിഗ് ബോസിൽ നിന്ന്? അവരത്രയും നാളും ബിഗ് ബോസിൽ പിടിച്ചു നിന്നത് ഇവരുടെ ഈ അഭിനയം കാരണമല്ലേ? അതിൽ ആ ചെറുക്കനെ മാത്രം എന്തിനാ അഭിനയിക്കാന്ന് പറഞ്ഞു? ഇവള് അഭിനയിക്കല്ലായിരുന്നു. ഇവളെന്താ കാണിച്ചു കൂട്ടിയത്? കല്യാണം ഉറപ്പിച്ചു വെച്ചൊരു ചെറുക്കനെ ചതിച്ചിട്ട് വേറെ ഒരുത്തന്റെ വാലയെ തൂങ്ങി നടന്നതെന്തിനാ? എന്തിനാണ് ആ പെണ്ണിനെ നിങ്ങളാണ് ഇപ്പൊ പറയിപ്പിക്കുന്നത്? എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇത്രയും നാളും വീഡിയോ ചെയ്തവരെല്ലാവരും ആ പെൺകുട്ടിക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വന്നിരുന്നിട്ട് എന്തൊക്കെയോ ചൊറിഞ്ഞ് ആ പെണ്ണിനെ പറയിപ്പിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ബാക്കിയുള്ളവർക്ക് സത്യം പറയാനുള്ള ഒരു ടെൻഡൻസി വരും. ഒരു പ്രൊവോക്കേഷൻ നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് സത്യം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട്. നമുക്കൊക്കെ അറിയാലോ സത്യം. അസംഷൻ, അതായത് നിങ്ങൾക്ക് അങ്ങനെ ആവാം, ഇങ്ങനെ ആവാം എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. അതല്ലാതെ അവർ ഇങ്ങനെയാണ്, ഇങ്ങനെ തന്നെ ആവണം എന്ന് പറയാനും അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നോ, അവിടെ കയറുമ്പോൾ ഓരോ മത്സരാർത്ഥിക്കും സംഭവിക്കുന്നത് എന്താണെന്നോ, മാനസികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണോ, ഫിസിക്കലി സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. അത് പറയാൻ അധികാരമുള്ള ഒരു വർഗ്ഗം ഈ ലോകത്തുള്ളൂ. ആ സീസൺ 7 വരെ പങ്കെടുത്ത കണ്ടസ്റ്റൻസിന് മാത്രമാണ് അത് പറയാൻ റൈറ്റ്. അത് പറയാൻ ചങ്കൂറ്റവും തന്റെയും ധൈര്യവും വാക്സാമർത്ഥ്യമുള്ളവർക്ക് മാത്രമേ പറയാനും പറ്റുള്ളൂ. കാരണം അത് പങ്കെടുക്കുന്ന എല്ലാവരും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരല്ല. ഓൾമോസ്റ്റ് ആൾക്കാരും ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ പാട്ടുകാരോ സംവിധായകരോ സിനിമാ നടന്മാരോ ഒക്കെ ആയിരിക്കും. എ ഫ്യൂ പീപ്പിൾ ആർ അങ്ങനെയുള്ളൂ. എന്റെ സീസണിൽ ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാൾ. എനിക്ക് തോന്നുന്നില്ല മസാനിയൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരൊക്കെ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് സെറ്റിൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് ഇതല്ല പണി. ഒരു ഷീസൺ ഇന്റർവ്യൂ എനിക്ക് ചെയ്യാം. എനിക്ക് ചാനലുണ്ടല്ലോ. നിങ്ങൾ ആടുന്ന കണ്ടോണ്ടാ ബാക്കിയുള്ളവർ കൂടെ ആടുന്നത്. നിങ്ങൾ അതിലും വലിയ പൊട്ടന്മാർ അവിടെ പോയി ആടാൻ നിൽക്കുന്നവര്. അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു അവിടെ നിൽക്കാനെങ്കിൽ, അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ ഉള്ളുകളികളും കള്ളത്തരങ്ങളും പ്രശ്നങ്ങളും ആയിരുന്നെങ്കിൽ എന്തിനെ അവിടെ പിടിച്ചു പോകുന്നത്? ഇന്ന് ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ മേലഞ്ഞോ പോയതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ? ഇപ്പോഴാണോ പറയുന്നത്? ഇപ്പോഴാണോ ബോധം വെച്ചത് നിനക്ക്? അയ്യേ. സീരിയസ്ലി ഞാൻ പറയാം, ബിഗ് ബോസിനെ കുറിച്ച് പറയാൻ അധികാരമുള്ള ഒരേ ഒരു വർഗ്ഗം അവിടെ പോയി പങ്കെടുത്ത കണ്ടസ്റ്റൻസ് മാത്രമാണ്. നിങ്ങൾ പൊട്ടന്മാരാണ്. നിങ്ങൾ പൊട്ടന്മാരെ പോലെ ആട്ടം കൊണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ടീമുകളാണ്. സീരിയസ്ലി ഞാൻ പറയുവാണ്. നിങ്ങൾ എന്ത് തേങ്ങയാ വന്നിട്ട് നീ പറയുന്നത്? ഒരു കാര്യം ഞാൻ പറയാം, ഈ ഷെഫീന ബീവിനെ നിങ്ങൾ പറയുന്നതിന്റെ ബാക്കിയല്ല ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ പറയുന്ന ഫുള്ള് ബ്ലെൻഡറാണ്. ബ്ലെൻഡർ എന്ന് പറഞ്ഞാൽ ലോക ബ്ലെൻഡർ. ഇത് കേട്ടിരിക്കാൻ പറ്റൂല. അതായത് കേട്ടിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാതെ മാറിക്ക് പോയാൽ മതി. പക്ഷെ ഒന്നും തിരിച്ച് പറയാതിരിക്കാൻ പറ്റൂല. അതാണ് ഒരു അവസ്ഥ. ഇപ്പൊ കുറേ എണ്ണം വരും തെറുത്താത്തയുടെ സപ്പോർട്ടാന്ന് പറഞ്ഞ്. ഞാൻ ആരുടെയും സപ്പോർട്ടല്ല. എനിക്ക് ആരുടെ എന്താ പറയാ, ഈ പറഞ്ഞ ഷെഫീന ബീവി എന്ന് പറഞ്ഞ ചേച്ചീനെ അവരുടെ ഒരു സൈഡ് എനിക്കിഷ്ടമാണ്. ചില വാക്കുകൾ ഉപയോഗിക്കുന്നതോ ചില മാനറിസങ്ങളോ ചില രീതികളോ എനിക്കിഷ്ടമല്ല. അങ്ങനെ തന്നെയാണ്. അത് എൻ്റെ സ്റ്റാൻഡാണ്. അതിപ്പോൾ എനിക്ക് വേറെ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് അവർ പറയുന്നത് ശരിയാണെങ്കിൽ ശരി എന്ന് അംഗീകരിക്കാൻ ഒരു മടിയില്ല. അവർ ബാക്കി 100 പേരിൽ 99 പേര് ഒറ്റപ്പെടുത്തിയാലും എനിക്ക് തോന്നുന്നതേ ഞാൻ പറയുള്ളൂ. അത് എൻ്റെ സ്റ്റാൻഡ്. അത് അവരെ നല്ല ആരായാലും. ശാരികയുടെ മുഴുവൻ വീഡിയോയും എടുത്തു വെച്ച് ഷഫീന ബീവിനെ റോസ്റ്റ് ചെയ്യുന്നതിനെതിരെ പറയുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ശാരിക ഈ ഇരുട്ടിനെ വെളിച്ചമാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി സ്റ്റോപ്പ് ചെയ്യാം. ആ പരിപാടി സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ ഇതേപോലെയുള്ള റിയാക്ഷൻസ് വേറെ വരും എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എൻ്റെ വീഡിയോ ഇപ്പോൾ ആര് കണ്ടാലും കണ്ടില്ലല്ലേ, എനിക്ക് പറയാനുള്ളത് ഞാൻ വന്നിരുന്നൊക്കെ പറയാമെന്ന് വിചാരിച്ചാൽ മതി. എനിക്ക് ഇത്ര കുഞ്ഞൊരു ചാനലാണ്, ഇച്ചിരി സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, ആരും കാണാനൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണാമല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.